വേരിയൻസ് എന്താണെന്നാണ് പഠിച്ചത്. വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഡീവിയേഷൻസിന്റെ സ്ക്വയർ സം ചെയ്തിട്ട് അതിനെ n-1 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ് വേരിയൻസ് എന്ന് പഠിച്ചായിരുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ്. അതായത് വേരിയൻസ് എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. ഡീവിയേഷൻസ് സ്ക്വയർ ആഡ് ചെയ്യുക, എന്നിട്ട് n-1 വെച്ച് ഡിവൈഡ് ചെയ്യുക. n is the number of measurements. Deviation means measurement value minus the mean value. അതാണ് ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ n-1 ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ വേരിയൻസ് സിഗ്മ സ്ക്വയറിന് റൂട്ട് എടുക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് വേരിയൻസ് ഇസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഫോർമുല എന്ത് വരും? റൂട്ട് ഓഫ് സിഗ്മ i equal to 1 to n di square divided by n-1, where xi is the ith measurement and x bar is the mean of the measurements. Relative standard deviation sigma r എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീനിനെ വെച്ച് ഡിവൈഡ് ചെയ്യണം. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തുന്നു, അതിനുശേഷം മീൻ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മ ആർ കിട്ടും. സിഗ്മ ബൈ എക്സ് ബാർ is the relative standard deviation. Any percent relative standard deviation or coefficient of variation sigma r percentage ഉണ്ട്. അതായത് സിഗ്മ ആറിന്റെ പെർസെൻറ്റേജ് എടുക്കുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ വേറെ പേര് പെർസെന്റ് റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിഗ്മ ആർ പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു സിഗ്മ ആർ ഇൻറ്റു 100. സിഗ്മ ആർ കണ്ടുപിടിച്ചിട്ട് അത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ ആർ പെർസെൻറ്റേജ് കിട്ടും. സിഗ്മ ആർ എന്ന് പറയുന്നത് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ആണ്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് പ്രെസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടി. അതായത് നമ്മുടെ മെഷർമെന്റ് വാല്യൂസ് ഏകദേശം കറക്റ്റ് ആണോ, സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാണ്, ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല ടേംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ മീൻ കണ്ടു, മീഡിയൻ കണ്ടു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു, വേരിയൻസ് കണ്ടു, റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു, പെർസെന്റ് റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു. ഇത്രയും ടേംസ് എങ്ങനെ ചെയ്യണേന്ന് അതിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ കാൽക്കുലേറ്റ് ദ മീൻ, മീഡിയൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ദ മെഷർമെന്റ്സ് ഫ്രം ദി കോൺസെൻട്രേഷൻ ഓഫ് അയൺ ഇൻ ppm ഫൗണ്ട് ഇൻ റെപ്ലിക്കേറ്റ് വാല്യൂസ് ഓഫ് എ സാമ്പിൾ ഓഫ് വാട്ടർ ഫ്രം എ വെൽ. ഒരു കിണറിൽ നിന്ന് കിട്ടിയ വെള്ളത്തിന്റെ സാമ്പിളിന്റെ വാല്യൂസ് ആണ് ഇത്. അയേണിന്റെ കോൺസെൻട്രേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 19.6, 19.7, 19.8, 19.9, 20, 20.1. അപ്പൊ ഇതിന് മീൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ് എന്താ, എല്ലാം കൂടെ കൂട്ടി എല്ലാ വാല്യൂസും കൂട്ടി ഡിവൈഡഡ് ബൈ 6 മെഷർമെന്റ്സ് ഉണ്ട്. അപ്പൊ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 19.85 മീൻ കിട്ടും. മോഡ് കിട്ടണമെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്, മോഡ് കിട്ടാൻ വേണ്ടി ഈവൻ നമ്പർ വാല്യൂസ് ആണെങ്കിൽ മിഡിൽ ആയിട്ടുള്ള 2 വാല്യൂസിന്റെ ആവറേജ് എടുക്കാവുന്നതാണ്. അപ്പൊ മിഡിൽ ആയിട്ടുള്ള 2 വാല്യൂസ് എന്ന് പറയുന്നത് 19.8ഉം 19.9ഉം ആണ്. 19.8ന്റെയും 19.9ന്റെ ആവറേജ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് 19.85 തന്നെ കിട്ടും. അപ്പൊ മീനും മീഡിയനും ഏകദേശം ടാലി ആവുന്നുണ്ട്, കറക്റ്റ് ആണ്. ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടി നമ്മൾ ആദ്യം ഡീവിയേഷൻസ് കണ്ടെത്തണം. മീൻ നമുക്ക് അറിയാവുന്നതാണ്, എല്ലാം 19.85 ആണ്. മെഷർമെന്റ് വാല്യൂസ് എന്ന് പറയുന്നത് 19.6, 19.7, 19.8, 19.9, 20, 20.1 ആണ്. ഇനി അത് മീനിൽ നിന്നുള്ള അതിന്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് ആണ് ഡി is equal to xi minus x bar. അപ്പൊ അത് ഓരോന്നിന്റെയും കണ്ടെത്തുക. 0.25 ഉണ്ട്, 0.15 ഉണ്ട്, 0.05, അത് ഞങ്ങൾ മൈനസ് ചെയ്ത് കണ്ടെത്തുക. അതിനുശേഷം അതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ അതിന്റെ സ്ക്വയർ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അപ്പൊ DI സ്ക്വയർ കിട്ടും. ഇനി ആ എല്ലാ DI സ്ക്വയർ വാല്യൂസിനെ നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യണതാണ് അടുത്ത ടാബുലർ കോളം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0.7375 എല്ലാവരെയും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇനി നമ്മൾ വേരിയൻസ് കാണാൻ വേണ്ടി ഈ ആഡ് ചെയ്തിട്ടുള്ള സംഖ്യേനെ
n-1 വെച്ച് ഡിവൈഡ് ചെയ്യണം. n-1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെഷർമെന്റ്സ് ആണ് n. അപ്പൊ 6 - 1 വരും. അപ്പൊ എത്ര വരും? 5 ആണ്. അപ്പൊ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഈ ആഡ് ചെയ്തേക്കുന്ന എല്ലാ വാല്യൂസിനെയും, എല്ലാ ഡീവിയേഷൻസ് ആഡ് ചെയ്ത വാല്യൂവിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ വാല്യൂ കിട്ടും 0.1475. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യണത് സിഗ്മയാണ്. അപ്പൊ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് എടുക്കേണ്ടത്. വേരിയൻസ് എന്ന് പറയുന്നത് 0.1475. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 0.1475 ഈക്വൽ ടു 0.3841 ppm. അതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. അപ്പൊ നല്ല എളുപ്പമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡീവിയേഷൻസ് ആദ്യം കാണുക, അതിന്റെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അതിനെ എല്ലാത്തിനെയും കൂട്ടുക, എന്നിട്ട് നമ്പർ ഓഫ് മെഷർമെന്റ്സ് -1 വെച്ച് ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ വാല്യൂന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണേണ്ടത്. ഇത് ബുക്കിൽ ചെയ്ത് നോക്കുക, ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ.